ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും, അതിൻ്റെ 4ാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ചാപ്റ്റർ വൈസ് കുറച്ചുകൂടെ ഉള്ള ഡിസ്കസ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ ലെറ്റസസും ഇമ്പോർട്ടൻസ് ആയി കുറേ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്നും പിന്നെ ഓരോന്നിൻ്റെ SI യൂണിറ്റ്സ്, അതിൻ്റെ അളവുകളൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അതിനു മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ സ്കെയിലും ടേപ്പും ഒക്കെ എൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, സ്കെയിലൊക്കെ നമ്മൾ സാധാരണ അളക്കാൻ ഉപയോഗിക്കുന്നത്, ടേപ്പും അതുപോലെ തന്നെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ടു മെഷർ ലെങ്ത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇത്. സ്കെയിൽ ഉപയോഗിച്ച് ഒരു പേനയുടെ നീളം കണ്ടെത്തി എഴുതാൻ നമുക്കറിയാമല്ലോ. സ്കെയിൽ ഉപയോഗിച്ചിട്ട് പേനയുടെ നീളം അളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ measure the length of the pen using a scale and write it down. Also use a measuring tape to determine your height. എന്നിട്ട് എന്താണ്, നീളം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. സ്കെയില്, ടേപ്പ് ഒക്കെ നീളം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. പിന്നെ നമ്മുടെ ഹൈറ്റ് അളക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്കെയിൽ ഓർ ടേപ്പ് യൂസ്ഡ്? നിങ്ങൾ ഉപയോഗിച്ച സ്കെയിൽ ഓർ ടേപ്പ് ഏത് യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? നമുക്ക് സ്കെയിൽ എടുത്ത് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും സ്കെയിൽ ഉണ്ടാവും. സ്കെയിൽ എടുത്താൽ എങ്ങനെ, ഇത് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. 0 to 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, അങ്ങനെ എത്ര വരെ ഉണ്ട്? 15 വരെ ഉണ്ട് അല്ലേ? ഇതിൽ ഈ ഒരു 0 to 1 വരെ ഉള്ളതിൽ ഒരു 10 ലൈൻ ഇടയ്ക്ക് ഉണ്ടാവും. അതിൻ്റെ നടുക്കൊരു വലിയ വര കാണും, അത് 0.5 ആയിട്ടാണ് വരുന്നത് അല്ലേ? അങ്ങനെ സെൻറ്റിമീറ്ററിലാണ് അളവ് കൊടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ ടേപ്പ് എടുക്കുമ്പോഴത്തേക്ക് സെൻറ്റിമീറ്ററും ഉണ്ട്, മീറ്ററും ഉണ്ടായാലും. ഓക്കെ, അടുത്ത ലെങ്ത് ഓഫ് ദ പെൻ. പെന്നിൻ്റെ ലെങ്ത് അളക്കാൻ ഓരോരുത്തരുടെ കയ്യിരിക്കുന്ന പേനയ്ക്ക് പല അളവുകളായിരിക്കും. അത് അളന്ന് എത്രയാണ് നമ്മൾ സെൻറ്റിമീറ്ററിലായിരിക്കും എഴുതുന്നത് അല്ലേ? അതവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ സെൻറ്റിമീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള പേനയുടെ നീളം എത്രയാണെന്നുള്ളത് സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് എഴുതാനാണ്. യുവർ ഹൈറ്റ്, നിങ്ങളുടെ ഹൈറ്റും അതുപോലെ എത്രയാണെന്നുള്ളത് എഴുതാനാണ്. സെൻറ്റിമീറ്ററാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അടുത്ത്, ദ സ്മാളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഈസ് കാൾഡ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം സ്കെയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തോന്ന്, 0-യിൽ നിന്ന് തുടങ്ങുന്നതാണ് സ്കെയിലിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സ്കെയിൽ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇത് മുതൽ ഇവിടെ മുതൽ 0 മുതൽ ഈ 1 വരെയുള്ള ഈ ദൂരം അത് 1 സെന്റിമീറ്റർ ആണ്. അതിനിടയ്ക്ക് ഒരു 10 ലൈൻ ഉണ്ടാവും. അതിനെങ്ങനെ പറയാം നമുക്ക്? 0.1, 0.2, 0.3, 0.4 അങ്ങനെ പറഞ്ഞു പോവാം അല്ലേ? അത് കഴിഞ്ഞിട്ട് 1-ലെത്തുമ്പോഴത്തേക്ക് അത് 1 ആവുള്ളൂ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ദ സ്മാളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് കാൾഡ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ കോമൺലി യൂസ്ഡ് സ്കെയിൽ ഈസ് 0.1 സെന്റിമീറ്റർ. സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.1 ആണ് അല്ലേ? സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ഇവിടെ നിന്ന് 0 തുടങ്ങിയിട്ട് ഇവിടെ 1 വരെ എത്തുന്നതിനിടയ്ക്ക് എത്ര ലൈൻ ഉണ്ടാവും? ഒരു 10 ലൈൻസ് ഉണ്ടാവും. നടുക്കൊരു കുറച്ച് വലുതുണ്ടാവും, പിന്നെ അങ്ങനെ ഒരു 10 ലൈൻസ് ഉണ്ടാവും ഏറ്റവും കുറഞ്ഞത്. അങ്ങനെ ഒരു 10 ലൈൻ ഉണ്ടാവും. അതിൽ 0 കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ലൈൻ ആകുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത്. അതിനെ നമുക്ക് എന്തോന്ന് എഴുതാം? 0.1 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പൊ സ്കെയിലിലെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ലീസ്റ്റ് കൗണ്ട് ഏതാണ്? 0.1
സെന്റിമീറ്റർ ആണ്. ഓക്കെ, നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെന്റിമീറ്റർ ആണ്. ഇതിനേക്കാൾ കുറഞ്ഞ ലീസ്റ്റ് കൗണ്ടുള്ള അളവ് ഉപകരണങ്ങൾ ഉണ്ട്. നമുക്ക് നോക്കാം. അതിനേക്കാളും കുറഞ്ഞതുണ്ട് അളവ്. ഇവിടെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സും അതിന്റെ ലീസ്റ്റ് കൗണ്ടും തന്നിട്ടുണ്ട്. വെർനിയർ കാലിപ്പർ 0.01 സെന്റിമീറ്റർ ഓർ 0.1 മില്ലിമീറ്റർ ആണ്. പിന്നെ അടുത്തെന്തോന്നാണ്, മൈക്രോമീറ്റർ സ്ക്രൂ ഗേജ്, അതും അതുപോലെ 0.01 മില്ലിമീറ്റർ ആണ്. പിന്നെ സ്പിയറോമീറ്റർ അതും അതുപോലെ 0.01 മില്ലിമീറ്റർ ഓർ 0.001 സെന്റിമീറ്റർ. മീറ്റർ സ്കെയിലാണെങ്കിൽ 1 mm ആണ്, 1 മില്ലിമീറ്റർ ആണ്. സ്റ്റോപ്പ് വാച്ചിൽ 0.01 സെക്കൻഡ് ആണ്. ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ 0.01 mm ആണ്. ഡിജിറ്റൽ വെർനിയർ കാലിപ്പറിൽ 0.01 mm ആണ്. ഡയൽ ഗേജിൽ അതുപോലെ തന്നെ 0.01 mm 0.01 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതിനേക്കാളും ഏറ്റവും ചെറിയ അളവുകളാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്ന ലീസ്റ്റ് കൗണ്ട്. അടുത്ത് നോക്കാം. മെഷറിംഗ് ദ തിക്നെസ് ഓഫ് പേപ്പേഴ്സ് യൂസിങ് എ സ്കെയിൽ. ഒരു സ്കെയിൽ ഉപയോഗിച്ച് പേപ്പറിന്റെ തിക്നെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഗറിൽ കൊടുത്തിരിക്കുന്ന കണ്ട സ്റ്റാക്ക് ടുഗദർ, മെഷർ ദ തിക്നെസ് ഓഫ് എ പേപ്പർ സ്റ്റാക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഔട്ട്. പേപ്പറുകൾ അടുക്കി വെച്ചിരിക്കുന്നതാണ് ചിത്രത്തെ കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പേപ്പറുകൾ അടുക്കി വെച്ച് കനം അളന്നെഴുതാനാണ്. അത് ഓരോരുത്തരും ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിന്റെ കനം എന്ന് പറയുന്നത്. ഒരു പേപ്പറിന്റെ കനം എന്ന് പറയുന്നത് പേപ്പർ കെട്ടിന്റെ കനം ബൈ പേപ്പർ അതിന്റെ എണ്ണമാണ് അതിന്റെ പേപ്പറിന്റെ കനം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മെഷറിംഗ് ദ വോളിയം യൂസിങ് എ മെഷറിംഗ് ജാർ. അളവ് ജാർ ഉപയോഗിച്ച് വ്യാപ്തം കണ്ടെത്തുന്ന വിധം. നോക്ക്, ലെറ്റ്സ് ട്രൈ ദ വോളിയം ഓഫ് എ സ്റ്റോൺ. ഒരു സ്റ്റോണിന്റെ വോളിയം കാണണമെങ്കിൽ പ്യൂർ സം വാട്ടർ ഇൻ ടു എ മെഷറിംഗ് ജാർ ആൻഡ് മാർക്ക് ഇറ്റ്സ് ലെവൽ. ടൈ ദ സ്റ്റോൺ വിത്ത് എ ത്രെഡ് ആൻഡ് ഡിപ്പ് ഇൻ ടു ദ വാട്ടർ. ഒബ്സർവ് ദ റൈസ് ഇൻ ദ വാട്ടർ ലെവൽ. ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് സ്റ്റോൺ വിച്ച് ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പൊ എങ്ങനെയാണ് ഒരു കല്ലിന്റെ വ്യാപ്തം കണ്ടെത്താനായിട്ട് നമ്മൾ എന്തോന്നാണ്, ഒരു അളവ് ജാറിൽ ജലം എടുത്ത് അതിന്റെ എടുത്തു വച്ചിരിക്കുന്ന അത്രയും അടയാളപ്പെടുത്തി വെക്കുക. എടുത്തു വച്ചിരിക്കുന്നതല്ല, അതിൽ ജാറ് അടയാളപ്പെടുത്തി വെക്കുക. ജലവിധാനം ഉയരുന്നത് നിരീക്ഷിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്തോട്ടൊരു കല്ല് താക്കുക. അതായത് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പോലെ രണ്ടാമത്തേതിലാവുമ്പോഴത്തേക്ക് കല്ല് താത്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതിൽ വെള്ളം എടുത്ത് കല്ല് താക്കുമ്പോഴത്തേക്ക് ആ കല്ലിന്റെ അത്രയും സ്പേസിലോട്ടുള്ള വെള്ളം മുകളിലോട്ട് ഉയരും. അതാണ് എത്രത്തോളാണ് കൂടുതൽ വന്നത്, അതാണ് ആ കല്ലിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് യൂണിറ്റ്സ് യൂസ് ദ മെഷറിംഗ് ജാർ. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് അതിൽ എഴുതാനുള്ളതാണ്. അതിപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അടുത്ത് മെഷറിംഗ് ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് സമയം അളക്കുന്ന വിധം. മെഷറിംഗ് ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് സമയം അളക്കുന്ന വിധം എങ്ങനെയാണ്? എ സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ടൈം ഇന്റർവൽസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ടൈ ഓഫ് ദ മെറ്റൽ ബോൾ യൂസിങ് എ ത്രെഡ് ആൻഡ് ഹാങ് ഇറ്റ്. പുൾ ദ ബോൾ സ്ലൈഡ്ലി ആൻഡ് റിലീസ് ഇറ്റ് ഓസിലേറ്റഡ്. ഒബ്സർവ് ദ മോഷൻ. മെഷർ ദ ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻസ് യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. റെക്കോർഡ് മെഷർമെന്റ് എഴുതാനാണ്. സ്റ്റോപ്പ് വാച്ച് ഒരു സമയ ഇടവേള നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ലോഹഗോളത്തെ നൂലിൽ കെട്ടിത്തൂക്കുക. ലോഹഗോളത്തിന്റെ പിന്നോട്ട് വലിച്ച് സാവധാനം വിടുക. എന്നിട്ട് ചലനം നിരീക്ഷിക്കാനാണ്. ഇത്തരത്തിലുള്ള 10 ദോലനത്തിൽ എടുക്കുന്ന സമയം ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്തി രേഖപ്പെടുത്താനാണ്. അത് നിങ്ങൾ തനിയെ ചെയ്യാനുള്ള കാര്യമാണ്. ഓക്കെ, ടൈം റിക്വയർഡ് 10 ഓസിലേഷനിൽ എത്രയാണ് 10 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് എത്രയാണ് അതിൽ വരുന്നത് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 ദോലനത്തിന് ആവശ്യമായ സമയം എത്രയാണെന്നുള്ളത്. ഭൗതിക അളവുകളെ മനസ്സിലാക്കുന്നത് തുടർ പഠനത്തിനും നിത്യജീവിതത്തിൽ അളവുകളും യൂണിറ്റുകളും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനും സഹായിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചാപ്റ്റർ വൈസ്. ബാക്കി ഇനി ലെറ്റേഴ്സും ക്വസ്റ്റ്യൻസും ആണ്. അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ,
HSSൽ ഐഡന്റിഫൈ ദ ഓഡ് ഔട്ട് ഓഫ് ഈച്ച് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ അതേഴ്സ്. നോക്ക്, ഇതിലെ ഫസ്റ്റിലെത്തത് കിലോഗ്രാം എന്തോന്നാണ്, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക, മറ്റുള്ളവയുടെ പൊതു സവിശേഷതകൾ എഴുതാനാണ്. കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോൾ, ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് വരുന്നത്? ഏതാണ്? കിലോമീറ്റർ. എന്താണ് കാര്യം? All others are SI base units. കിലോമീറ്റർ ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ്. എന്തുകൊണ്ടാണ്? കിലോമീറ്റർ ആണ് വരുന്നത്, ബാക്കിയുള്ളതെല്ലാം SI യൂണിറ്റ്സ് ആണ്. ഓക്കെ, അടുത്ത ടൈം, ഏരിയ, മാസ്, ഇലക്ട്രിക് കറണ്ട്. അതിലേത് വരും? ഏതാണ് വരുന്നത്? ഏരിയ. ഏരിയ ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. ടൈം, മാസ് ആൻഡ് ഇലക്ട്രിക് കറണ്ട് ആർ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഏരിയ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്. ഓക്കെ, ഇതിലേത് വരും? ഏരിയ. ആദ്യത്തേൽ കിലോമീറ്റർ വരും, രണ്ടാമത്തേൽ പരപ്പളവ് വരും. അടുത്ത മൂന്നാമത്തത് മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. ഏത് വരും? ഡിഗ്രി സെൽഷ്യസ് വരും അല്ലേ? ഡിഗ്രി സെൽഷ്യസ് വരും. എന്താണ് കാരണം? മീറ്റർ, കിലോമീറ്റർ ആൻഡ് സെക്കൻഡ്സ് ആർ എന്തോന്നാണ്? SI ബേസ് യൂണിറ്റ്. ഡിഗ്രി സെൽഷ്യസ് ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഓക്കെ, വിൽപ്പന യൂണിറ്റ് ആണ്. ബാക്കി ഓരോന്നിനെ എഴുതിയിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ ഫില്ലിംഗ് ദ ടേബിൾ. ഏതൊക്കെയാണ്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മില്ലിമീറ്റർ, കിലോമീറ്റർ, 1 കിലോമീറ്റർ, 1000 മീറ്റർ, മില്ലിമീറ്റർ, 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഡാഷ് സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ, 100 സെന്റിമീറ്റർ. അടുത്തത് കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെന്റ്സ് ഓഫ് SI യൂണിറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ്. വാല്യൂസ് ചേഞ്ച് ചെയ്യാതെ അതിനെ കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2000 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാം വരും? 2 കിലോഗ്രാം തന്നെയല്ലോ. 2000 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. ഓക്കെ, അടുത്ത് 1 അവർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 3600 സെക്കൻഡ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 1500 മീറ്റർ അല്ലേ? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. 200 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 2 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ. 100 കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 മീറ്റർ വരും. ഓക്കെ, അടുത്ത് നോക്കാം. ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ എ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. ആദ്യം അത് വരും മില്ലിഗ്രാം വരും. ഇനി ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ്. പിന്നെ അത് വരും ഗ്രാം, പിന്നെ കിലോഗ്രാം, പിന്നെയാണ് കിൻഡൽ വരുന്നത്. എങ്ങനെ വരും? ഏറ്റവും ചെറുത് മില്ലിഗ്രാം, അത് കഴിയുമ്പോൾ ഗ്രാം, പിന്നെ കിലോഗ്രാം, കിൻഡൽ. ഓക്കെ, SSലുള്ള ക്വസ്റ്റ്യൻസ്. അതിന് അടുത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അഥവാ അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ ഏതൊക്കെ പറയാം? ലെങ്ത്, ഹൈറ്റ്, മാസ്, ടൈം എക്സെട്ര. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്തോന്നാണ്? Quantities that can be expressed in terms of fundamental quantities are derived quantities. Derived quantities വിൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വിൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്. SI യൂണിറ്റുകളുടെ പ്രത്യേകത എന്തെല്ലാമാണ്? ദേ ആർ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്, ദേ ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ്,
യൂണിറ്റ്സ് ഓഫ് ആൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്. എന്താണ് SI യൂണിറ്റ്സിന്റെ പ്രത്യേകത? ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്, ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ്. ഒരു മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ആണ്. ഇതൊക്കെ നല്ലോണം പഠിക്കണം, നമ്മൾ എഴുതി വെച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ മാറിപ്പോവും. ഓക്കെ. മില്ലിഗ്രാം, 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര മില്ലിഗ്രാം ആണ്? 10 lakh മില്ലിഗ്രാം. ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ്. ഒരു കിൻഡൽ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 100 കിലോഗ്രാം ആണ്. ഒരു ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം ആണ്. ഓക്കെ. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 10,000 മില്ലിഗ്രാം. 1 കിലോഗ്രാം 1000 ഗ്രാം. ഒരു കിൻഡൽ 100 കിലോഗ്രാം. ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം. അടുത്തതിന് മിനിറ്റ്സ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്. 1 അവർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 3600 സെക്കൻഡ്. ഒരു മിനിറ്റ് 60. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ്. എല്ലാം കൂടി ചേർത്ത് 60 ഗുണിക്കുമ്പോഴത്തേക്കാണ് 3600 കിട്ടുന്നത്. ഇനി ലിറ്ററിൽ വരുമ്പോൾ 1 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 1000 സെന്റിമീറ്റർ ക്യൂബ്. 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ. ഓക്കെ. അടുത്ത എന്താണ് ഡെൻസിറ്റി കാണാനുള്ളത്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? മാസ് ബൈ വോളിയം ആണ്. ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കാൾഡ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെ അതിന്റെ സാന്ദ്രത എന്ന് പറയുന്നു. ഡെൻസിറ്റി ഓർ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെയാണ് അതിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. സാന്ദ്രത എങ്ങനെയാണ് കാണുന്നത്? ഡെൻസിറ്റി കാണുന്നത് എങ്ങനെയാണ്? മാസ് ബൈ വോളിയം. സാന്ദ്രത എങ്ങനെയാണ് കാണുന്നത്? മാസ് ബൈ വ്യാപ്തം. ഓക്കെ. ഇനി ഓരോന്നിന്റെ യൂണിറ്റും തന്നിട്ടുണ്ട്, അതിന്റെ സിമ്പലും ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മീറ്റർ. സിമ്പൽ എന്തോന്നാണ്? M. മാസിൻ്റെത് കിലോഗ്രാം, kg സിമ്പൽ. ടൈമിൻ്റെത് സെക്കൻഡ്, S സിമ്പൽ. ടെമ്പറേച്ചറിന്റെ കെൽവിൻ, K സിമ്പൽ. ഇലക്ട്രിക് കറണ്ടിന്റെ ആംബിയർ, A സിമ്പൽ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ മോൾ, MOL മോൾ സിമ്പൽ. ലുമിനസ് ഇന്റൻസിറ്റിയുടേത് കാൻഡല, CD സിമ്പൽ. മനസ്സിലായ? നീളത്തിൻ്റെത് മീറ്റർ, മാസിൻ്റെത് കിലോഗ്രാം, kg, സമയത്തിൻ്റെത് സെക്കൻഡ്, S, താപനിലയുടെ കെൽവിൻ, K, വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത് ആംബിയർ, A, പദാർത്ഥത്തിന്റെ അളവ് എന്ന് പറയുന്നത് മോൾ, പ്രകാശ തീവ്രത എന്ന് പറയുന്നത് CD കാൻഡല. ഓക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കാൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി. The mass of the substances per unit volume is called its density. Density എങ്ങനെയാണ് കാണുന്നത്? മാസ് ബൈ. അടുത്ത the smallest value that can be measured using an instrument is called least count. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നു. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. അടുത്തൊരു ഇതോടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.